എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അന്ത്യകാല യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏതാനും മെസ്സേജുകൾ ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ ഭാഗ്യം തന്നു. അതിൻ്റെ 5-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇന്ന് മെയ് 16 ആകുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന വിസിറ്റ് ചെയ്യുന്നു. യുദ്ധം സീസ്ഫയർ എന്ന് പറയാമെങ്കിലും യുദ്ധം ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. UAE-യിലേക്ക് ഇറാൻ അവരുടെ മിസൈലുകളും അവരുടെ ഡ്രോണുകളുമൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയും ഇസ്രയേൽ അല്ലെങ്കിൽ UAE അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ യുദ്ധം ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി തുടങ്ങിയ യുദ്ധമാണ് ഏതാണ്ട് 2.25 വർഷമായിട്ട് നടക്കുന്നത്. ഇത് ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ള ബൈബിൾ വചനങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ മെസ്സേജ് ചെയ്യുന്നത്. 93-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യമാണ് നമ്മൾ കുറിവാക്യമായി എടുത്ത് ഇതിൻ്റെ തുടക്കമിട്ടത്. 93-ാം സങ്കീർത്തനം 3-ാം വാക്യം: പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. ആ ബേസിക് കാര്യങ്ങളെ ആ മൂലവചനത്തിൽ നിന്നും എന്താണ് ഈ ഉയർത്തുന്നത്, എന്താണ് പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നത്, എന്താണ് പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നത്, അതിൽ പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്ന 3-ാം ഭാഗത്തേക്ക് ലോകം എത്തി നിൽക്കുന്നു. ബൈബിളും അതുതന്നെ നമ്മളോട് പറയുന്നു. 2-ാമത്തെ ഭാഗത്ത് 83-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചു. ഇതാ ജാതികൾ ഒന്നിച്ചുകൂടി ഇസ്രയേലിന് എതിരായി ദുരാലോചന നടത്തുന്നു. ഇസ്രയേൽ ഒരു ജാതിയാകാതെ വണ്ണം അവരെ മുടിച്ചു കളക, അവരുടെ പേർ പോലും ഇനി ഭൂമുഖത്തുണ്ടാകരുത് എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടും ആ കൂട്ടുകെട്ടിൻ്റെ വ്യക്തമായ പേരുകളും 83-ാം സങ്കീർത്തനത്തിൽ 10 ജാതീയ കൂട്ടുകെട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആ വചനം എടുത്തുകൊണ്ട് ആരാണ് ഈ കൂട്ടുകെട്ട്, ആരാണ് ഈ 10 ജാതീയ രാജ്യങ്ങൾ, അവരെവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും സംസാരിക്കാനിടയായി. ഇവർ ഈ കൂട്ടുകെട്ട് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ദുരാലോചന തുടങ്ങിയിട്ട് കാലം കുറേയായെന്നും ഏതാണ്ടത് പ്രബലമായ ശക്തമായ രീതിയിലേക്ക് എത്തിയത് 1948 മെയ് മാസം 14-ാം തീയതി മുതലാണെന്നും നമ്മൾ ചിന്തിച്ചു. അന്നാണ് ഇസ്രയേൽ ഒരു രാഷ്ട്രമായിട്ട് വരുന്നത്. AD 70 ചിതറിക്കപ്പെട്ട അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കപ്പെടുകയും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം എസെക്കിയേൽ 21-27 എസെക്കിയേൽ പ്രവചനം 37-38 അധ്യായങ്ങളും പറയുന്നത് പോലെ 2 ലോകമഹായുദ്ധങ്ങൾ നടന്ന് 1-ാം ലോകമഹായുദ്ധ കാലത്ത് തുർക്കിടയിൽ നിന്ന് ഇരുന്ന സ്ഥലം അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ സ്ഥലം, ആ സ്ഥലം ഇംഗ്ലണ്ടിൻ്റെ കയ്യിലെത്തുകയും ഒരു ധ്വനി കേട്ടുവെന്ന് എസെക്കിയേൽ പ്രവചനത്തിൽ പറയുമ്പോൾ 2ാമതൊരു ഭൂകമ്പം, അതായിരുന്നു 2ാം ലോകമഹായുദ്ധം. ആ ലോകമഹായുദ്ധത്തോടു കൂടി ഈ സ്ഥലം ഇംഗ്ലണ്ട് ഇസ്രയേലിന് തിരിച്ചു കൊടുത്തു. അങ്ങനെ 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രയേൽ ഒരു രാഷ്ട്രമായി. ആ വർഷം തന്നെ ഇവരെ മുടിച്ചു കളക, ഇസ്രയേലിനെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളക, അവരുടെ ജാതി ആകാതെ വണ്ണം അവരെ ഒടുക്കിക്കളക എന്ന് ഏതാണ്ട് 10 ജാതീയ രാജ്യങ്ങൾ കൂടി തീരുമാനിക്കുന്നു. അങ്ങനെ 1948 സിറിയ, ഈജിപ്റ്റ്, ജോർദാൻ, ഇറാഖ്, സൗദി അറേബ്യ ഈ രാജ്യങ്ങളെ മുൻപിൽ നിന്നുകൊണ്ട് ഇറാന്, മറ്റുള്ള പല രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റ് ഏരിയയിലെ രാജ്യങ്ങളുമെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രയേലിനോട് 1948 തന്നെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. കാരണം ഇസ്രയേലിനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കണം. ആ യുദ്ധം ഏതാണ്ട് 10 മാസം നീണ്ടു നിന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് 1956, 1967 6 ഡേയ്സ് വാർ, 1973, 1982, 2006, 2021, 2023 ഇങ്ങനെയാണ് ഏകദേശം 7 യുദ്ധങ്ങളോട് നടന്നിരിക്കുന്നത്, പ്രധാന യുദ്ധങ്ങൾ. അതുകൂടാതെ അനേകം കോൺഫ്ലിക്റ്റുകൾ നടന്നു. അത് എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 18-20 കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും നീണ്ടു നിന്ന യുദ്ധമാണ്
ഈ 2023 ഒക്ടോബറിൽ തുടങ്ങിയ യുദ്ധം ഇന്ന് 2.25 വർഷം കഴിയുകയാണ്. 3 വർഷത്തേക്ക് അടുക്കുന്നു ആ യുദ്ധം തുടങ്ങിയിട്ട്. എല്ലാ യുദ്ധങ്ങളെയും കുറിച്ച് പറയാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. ഇതിലെ അതിപ്രധാനമായ 1-2 യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഈ പരമ്പര മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. 1967 ജൂൺ 4 ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ നാസർ അദ്ദേഹം പരസ്യമായിട്ടൊരു പ്രഖ്യാപനം നടത്തുകയാണ്. അതിനു മുൻപ് അവർ പ്ലാനിംഗ് തുടങ്ങിയിരുന്നു. 83-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കണം. അവരെ പ്രധാനമായിട്ട് 5 രാജ്യങ്ങളാണ് അന്ന് അവരോടുകൂടി ചേർന്നത്. അവർ 5 രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേലിനോട് യുദ്ധത്തിന് വരികയാണ്. ആ 5 രാജ്യങ്ങളുടെ കൂടെ ഏതാണ്ട് 9-ലധികം രാജ്യങ്ങളാണ് സപ്പോർട്ടിന് പുറകിലുണ്ടായിരുന്നത്. അന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി മോശെ ദയാലാണ്, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇസാക്ക് റാബിനാണ്. ജൂൺ 4 അബ്ദുൽ നാസർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. 24 മണിക്കൂറിനകം ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഭൂമുഖത്തുണ്ടാകത്തില്ല, ഞങ്ങളതിനെ നശിപ്പിക്കാൻ പോവുകയാണ്. കാരണം 5 രാജ്യങ്ങളിൽ നിന്നും ഈജിപ്റ്റ്, സിറിയ, ലെബനാൻ, ഇങ്ങനെയുള്ള സൗദി അറേബ്യ, ഇങ്ങനെയുള്ള 5 രാജ്യങ്ങൾ പ്ലസ് 9 രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, തുർക്കി, ഇങ്ങനെയുള്ള അനേക രാജ്യങ്ങൾ ചേർന്ന് അന്ന് ഒരുമിച്ച് ഇവർ പടയ്ക്ക് വരികയാണ്. ഡയറക്റ്റായിട്ട് ഇവരുടെയിലുള്ളത് 957 ഫൈറ്റർ ജെറ്റുകളാണ് ഈ ഗ്രൂപ്പിൻ്റെയിലുള്ളത്. 2504 പാറ്റൺ ടാങ്കുകൾ അവരുടെയിലുണ്ട്. 5,47,000 ഇവരുടെയിലുള്ള മിലിറ്ററി കാർ. അങ്ങനെ ഭയങ്കരമായ യുദ്ധത്തിന് അവർ കോപ്പ് കൂട്ടിയിട്ട് ജൂൺ 4 ബഹുമാനപ്പെട്ട ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ നാസർ പ്രഖ്യാപിക്കുകയാണ്, നാളെ വയ്യുമ്പോഴത്തേക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്തുണ്ടാകത്തില്ല. ഇസ്രയേൽ പച്ച പിടിച്ചു വരുന്നതേ ഉള്ളൂ. കാരണം 1948 അവർ രാജ്യമാകുന്നത്. 1967 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10-18 വർഷമല്ലേ ആകുന്നുള്ളൂ. അവർക്ക് കാര്യമായ ഫൈറ്റർ ജെറ്റുകളില്ല, കാര്യമായ ടാങ്കുകളില്ല, മിലിറ്ററി അത്ര ശക്തമായിട്ടില്ല. ഒരു ചെറിയ രാജ്യം 21,639 കിലോമീറ്ററേ ഉള്ളൂ ഇവരുടെ ഭൂ ഏരിയ. അന്ന് അവർ വളരെ ഒരു ചെറിയ ജനസംഖ്യ, അല്ലെങ്കിൽ 1948 ഇവർ 6,30,000 ജനമേ ഉള്ളൂ. 1968 വരുമ്പോൾ അത് 23 ലക്ഷമായി. 6 ലക്ഷം എന്ന് പറയുന്നത് 23 ലക്ഷമായി. ഇന്നവർ 1 കോടിയിലധികം ആൾക്കാരായി ഇസ്രയേൽ. ഇവർ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചിതറിപ്പോയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ കൊടുങ്ങല്ലൂരിൽ വന്നു, നമ്മുടെ കൊച്ചിയിൽ വന്നു, ഇപ്പോഴും ഇവിടെ സെനഗോഗ അവിടെയുണ്ട്. ഒരു മിസോറോമിൽ പോയിരുന്നു. ഇതിൻ്റെ എല്ലാം അന്നു മുതലുള്ള പേപ്പർ കട്ടിങ്ങുകളും മറ്റും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചിതറിപ്പോയവർ കുറേശ്ശെയായിട്ട് അവരുടെ സ്വന്തം രാജ്യം വന്നപ്പോൾ അവർ മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ മിസോറോമിൽ നിന്നും മടങ്ങിപ്പോയവർ അവിടെ ചെന്നപ്പോൾ അവർ ചില തർക്കങ്ങളുണ്ടായി. എന്നാൽ അവരുടെ വംശാവലി രേഖ പരിശോധിച്ചപ്പോൾ ഇവർ ദാൻ ഗോത്രത്തിൽപ്പെട്ടവരാണെന്നാണ് മനസ്സിലായത്. അങ്ങനെ മിസോറോമിൽ നിന്നും തിരിച്ചു പോയവരെയും ഇസ്രയേൽ ചേർക്കുകയാണ്. അപ്പോൾ ഈ പ്രഖ്യാപനം ജൂൺ 4 വരുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയായ മോശെ ദയാലും ഇസാക്ക് റാബിനും അവിടെ മറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ വിളിച്ചുകൂട്ടി, ഇവിടെ മൊസാദിൻ്റെ തലവനെ വിളിച്ചുകൂട്ടി, അവിടെ മിലിറ്ററി കമാൻഡേഴ്സിനെ വിളിച്ചുകൂട്ടി. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കാരണം ഇത്ര വലിയൊരു സന്നാഹവുമായിട്ട് ഇതാ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ, ഈജിപ്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇത്ര വലിയൊരു ശക്തിയോട് നമ്മൾ എങ്ങനെ പോരാടും? അതുമാത്രമല്ല, ഇവർക്ക് ഏകെയുള്ളൊരു തുറമുഖമെന്ന് പറയുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ടിറാനാണ്. ആ സ്ട്രെയ്റ്റ് ഓഫ് ടിറാനെ ഈജിപ്റ്റ് ബ്ലോക്ക് ചെയ്തു. അതിൻ്റെ പിക്ചർ ഞാനുണ്ട്. അതിൻ്റെ കവാടം അവർ ബ്ലോക്ക് ചെയ്ത് ഇപ്പോൾ എങ്ങനെ ഹോർമോസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഇറാൻ, അതുപോലെ അവർക്കൊരു ബോട്ട് പോലും അകത്തോട്ട് കയറി വരികയില്ല. അവർക്ക് ദൈനംദിന സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഒന്നും അവിടോട്ട് വരികയില്ല. അങ്ങനെ അവർ വളരെ ഭാരപ്പെട്ട് ഇരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവരുടെ ചുറ്റിനും മിലിറ്ററിയെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഈജിപ്റ്റ് തെക്കൻ സൈഡിലും, സിറിയ കിഴക്കൻ സൈഡിലും, ലെബനാൻ
വടക്ക് ഭാഗത്തും സോറിൻ്റെ ഭാഗത്തും, പിന്നെ നമുക്കറിയാമല്ല പടിഞ്ഞാറ് കടൽ തീരമാണ്. അതുമാത്രമല്ല പടിഞ്ഞാറിൻ്റെ ഒരു മൂലയ്ക്കാണ് ഗസ വരുന്നത്. അവിടെ പലസ്തീനികളും ഇവരെല്ലാം ഗറില്ല വാറിനായിട്ടും യുദ്ധത്തിനായിട്ടും ഉള്ള ഭീകര പ്രവർത്തനത്തിനും എല്ലാം തയ്യാറായി നിൽക്കുക. എല്ലാവരും കൂടെ ആഞ്ഞടിച്ച് വെറും 24 hours കൊണ്ട് ഇസ്രയേലിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുക. വീണ്ടും അവരെവിടെയെങ്കിലും ആഫ്രിക്കയിലോ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, പക്ഷേ നമ്മുടെ മധ്യത്തിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരാക്രമണത്തിന് ഒരുങ്ങുകയാണ്. ഈ സംഭവം അറിഞ്ഞപ്പോൾ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി മോശെ ദയാലും ഇസാക്ക് റാബിനും അവരൊരുമിച്ച് കൂടി, അവരുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് കൂടി അവരുടെ കസേരകളിൽ എഴുന്നേറ്റു. അവരുടെ ജീവിക്കുന്ന ദൈവം അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഈ ദൈവമായ എലോഹിമിനോട് അവർ പ്രാർത്ഥിച്ചു. അവസാനം അവർ മുട്ടുകുത്തിയ തറയിൽ, നമുക്കറിയാമല്ലോ ഇസ്രയേൽ അവരുടെ ദൈവത്തെ ഒരിക്കലും നീ എന്ന് വിളിക്കത്തില്ല, അങ്ങെന്നും അവിടുന്നും എലോഹിമിനെ വിളിക്കത്തുള്ളൂ. അവർ അവിടെ മുട്ടുകുത്തി, അവർ മുട്ടിന്മേലിരുന്നേ പ്രാർത്ഥിക്കത്തുള്ളൂ. നമ്മുടെ കൂട്ടൊന്നുമല്ല, കാരണം ഇത്ര സർവശക്തനായ ദൈവത്തെ അവർ സ്നേഹിക്കുന്നു, ഭയപ്പെടുന്നു. അവരവിടെ നിന്ന് കരഞ്ഞ് കണ്ണുനീരോടുകൂടി കരമുയർത്തി പ്രാർത്ഥിച്ചു, എലോഹിം ദൈവമേ, പിതാവേ, ഞങ്ങൾക്ക് അവിടുന്നല്ലാതെ ആരുമില്ല. ഈ വമ്പൻ ശക്തിയുടെ മുൻപിൽ ഞങ്ങൾ ഒന്നുമില്ല, പക്ഷേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എന്താണ് തീരുമാനമെടുക്കേണ്ടത്, അതിപ്പോൾ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി മോശെ ദയാൽ എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരോടും പറയുകയാണ്, ഏതായാലും ഇവർ നമ്മളെ നാളെ ആക്രമിക്കും. അവർ പറയുന്നത്, നാളെ വൈകിട്ട് നമ്മളൊരു രാഷ്ട്രമായിരിക്കത്തില്ല, നമ്മൾ സകലതും കളഞ്ഞ് ഇവിടുന്ന് ഓടണം. ഒന്നിയിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക, ഡെത്ത് ഓർ ലീവ്, ഇത് മാത്രമേ ഉള്ളവരുടെ മുൻപിലുള്ള മാർഗം. അവരാഞ്ഞടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആഞ്ഞടിക്കുക. അങ്ങനെ അവർ ഡിസിഷൻ എടുക്കുകയാണ്. അന്ന് രാത്രി ഏതാണ്ട് 3 മണിയായപ്പോൾ 3 സ്ക്വാഡൻ ഫൈറ്റർ ജെറ്റുകൾ ഈജിപ്തിനെ ലക്ഷ്യമാക്കി നേരെ അവർ മധ്യധരൻ കടലിലേക്കാണ് പ്ലെയിൻ തിരിച്ചുവിടുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ വമ്പൻ ശക്തിയാണ് ഇസ്രയേൽ. ലോകത്തിലെ ഏറ്റവും വലിയ പവറായ ലോക പോലീസായ അമേരിക്കയ്ക്കോ, ലോകത്തിലെ 2ാം ശക്തിയെന്ന് ലോകം പറയുന്ന റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഒന്നും, അല്ലെ ഇന്ത്യക്കോ ഒന്നും ഈ റെക്കോർഡില്ല. അവരുടെ പൈലറ്റേഴ്സ് മോസ്റ്റ്ലി ചെറിയ പെൺകുട്ടികളാണ്. നല്ല ശതമാനം അവർ പെൺകുട്ടികളാണ് പൈലറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. 2026 ഫെബ്രുവരി 28 മുതൽ ഇറാനിൽ ഏതാണ്ട് 15,000 ഹിറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. 15,000 ഹിറ്റെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4,000-5,000 ഫൈറ്റേഴ്സ് ജെറ്റുകൾ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, മിസൈൽ അടിച്ചിട്ടുണ്ട്, ബോംബ് ഇട്ടിട്ടുണ്ട്. ഇതിൽ അവരുടെ ഇസ്രയേലിൻ്റെ ഒരു ഫൈറ്റർ ജെറ്റ് പോലും ഇറാൻ മണ്ണിൽ വീണിട്ടില്ല, ഇറാൻ അടിച്ചു വീഴ്ത്താൻ പറ്റിയിട്ടില്ല. ഓർക്കണമേ, ഈ സമയത്ത് അമേരിക്കയുടെ 4ഓളം വിമാനങ്ങൾ ഈ ഇറാൻ അടിച്ചു വീഴ്ത്തിയെന്നാണ്, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടെന്നാണ് അമേരിക്ക തന്നെ എഗ്രി ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു F-17 അവരടിച്ച് ഇറാനിലിട്ടെന്നും അതിൻ്റെ പൈലറ്റ് ഇഞ്ചക്ട് ചെയ്ത് ഇറാനിലെ ഒരു മരുഭൂമിയിൽ വീണെന്നും, അവിടെ അമേരിക്ക അവരുടെ ടീമായിട്ട് പോയി, ഹെലികോപ്റ്റേഴ്സ്, ഹെർക്കുലീസ് പ്ലെയിനൊക്കെ പോയി അവരുടെ മരുഭൂമിയിൽ ഒരു എയർപോർട്ട് തന്നെ ഉണ്ടാക്കി അവിടെ അവർ ഹെർക്കുലീസ് പ്ലെയിൻ ലാൻഡ് ചെയ്യിച്ച്, ഹെലികോപ്റ്റേഴ്സ് ലാൻഡ് ചെയ്യിച്ച്, അദ്ദേഹം മറഞ്ഞിരുന്ന മലയിടുക്കിൽ നിന്നും അദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ട് സുന്ദരമായിട്ട് അവർ തിരിച്ച് കുവൈറ്റിലെത്തുകയും, കുവൈറ്റിലോ എവിടെയോ എത്തി, അവിടുന്ന് അവരവിടെ എയർക്രാഫ്റ്റ് കാരിലേക്ക് അവരെ മാറ്റി അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തെന്നും ഒക്കെയുള്ള വാർത്ത ലോകം ഞെട്ടലോടെ, അത്ഭുതത്തോടെ, അതിശയത്തോടെ കേട്ടതാണ്. അവിടെ ഒരു ഹെർക്കുലീസ് പ്ലെയിന് ആ മരുഭൂമിയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ അതിന് ട്രബിളുണ്ടായി, മിസ്റ്റേക്ക് ഉണ്ടായി. അപ്പോൾ അവരത് അവിട്ട് കത്തിച്ചിട്ട് പോയെന്നാണ് ലോകത്തോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, ഒരു പൗരൻ അമേരിക്കയും ഇസ്രയേലുമൊക്കെ കൊടുക്കുന്ന വില, ഈ ഹമാസ് തന്നെ അവരെ തുച്ഛീകരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുന്ന സമയത്ത്
ഈ ഹമാസ് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ 100 ആളിനെ തരുമ്പോൾ ഞങ്ങൾ 7 പേരെയോ 10 പേരെയോ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇസ്രയേലിൻ്റെ ഒരാൾക്ക് ഒരു ഹമാസിൻ്റെ 10 പേരുടെ വിലയുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ഹോസ്റ്റേജസ് ഇവർ കൈമാറിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അവരുടെയൊക്കെ പവറും വിലയും. എനിവേ, എന്നിട്ട് പോലും ഇസ്രയേലിൻ്റെ ഒരു ഫൈറ്റർ ജെറ്റ് വീണില്ല. കാരണം എന്താ? അവരുടെ ടെക്നോളജിയും അവരുടെ ബുദ്ധിയും അവരുടെ പൈലറ്റേഴ്സിൻ്റെ കഴിവും. അതുമാത്രമല്ല, അവരൊക്കെ ഇറങ്ങുമ്പോൾ ജീവിക്കുന്ന ദൈവം ഏലോഹിമിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നവർ. ഓക്കെ, ദൈവം അവരെ നയിക്കുന്നു. അങ്ങനെ 6 ഡേയ്സ് വാർ തുടങ്ങുകയാണ്. ഈ 3 സ്ക്വാഡൻ ഫൈറ്റേഴ്സ് ജെറ്റുകൾ മധ്യധരണിക്കടലിനെ തൊട്ടില്ല എന്ന് പറഞ്ഞു. കാരണം ഇന്നത്തെ പോലെ അന്ന് സാറ്റലൈറ്റ് വഴിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. റഡാർ സിസ്റ്റത്തിനൊന്നും ഇത്രയും കേപ്പബിലിറ്റി ഇല്ല. അവരുടെ റഡാർ സിസ്റ്റത്തിൽ പെടാതെ ഈ ഫൈറ്റർ ജെറ്റുകൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അവർ മധ്യധരണിക്കടലിൻ്റെ തിരമാലകളുടെ അളവുകൾ എടുത്തിട്ട് അവിടെ ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ തിരമാലകൾ എത്ര മീറ്റർ ഉയരത്തിൽ ആണ് പൊങ്ങുന്നത്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഹൈറ്റിൽ എന്ന് വെച്ചാൽ ഒരു 10-15 ഫീറ്റ് ഹൈറ്റിലാണ് ഇവർ പറന്നെന്നാണ് പറയുന്നത്. കടലിനെ തൊട്ടുരുമ്മി ഈ ഫൈറ്റർ ജെറ്റുകൾ പറന്ന് രാത്രി 3 മണി കഴിയുമ്പോൾ കെയ്റോ എയർപോർട്ടിൽ ചെല്ലുകയാണ്. കെയ്റോ എയർപോർട്ടിൽ ഏതാണ്ട് 117 ഫൈറ്റർ ജെറ്റുകൾ എവരിതിങ് അവർ റെഡിയായിട്ട് കിടക്കുകയാണ്. ഫ്യൂവലെല്ലാം ഫില്ല് ചെയ്ത് എല്ലാത്തിലും ബോംബുകൾ ഘടിപ്പിച്ച് ജസ്റ്റ് നേരം വെളുത്ത് അബ്ദുൽ നാസറിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പൈലറ്റേഴ്സ് എല്ലാം എയർപോർട്ടിൽ തന്നെ ഹാൾട്ട് ചെയ്യുകയാണ്. ഈ ഫൈറ്റർ ജെറ്റുകൾ ഇസ്രയേലിൻ്റെ ചെന്നിട്ട് തുരുതുര ആക്രമണമാണ്. അവിടെ കിടന്ന 117 ഫൈറ്റർ ജെറ്റുകളെ ഇവർ നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കി. ഇസ്രയേലിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇവരെ ഉഗാണ്ടയിലെ എൻഡബി എയർപോർട്ടിൽ പോയി ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷനെ കുറിച്ചും നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇത് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവരെ നടത്തി. അതുകൂടാതെ കെയ്റോയുടെ മറ്റു പല ഭാഗത്തുമുള്ള എയർപോർട്ടുകൾ കിടന്ന പ്ലെയിനുകളെയും ഇവർ ആക്രമിച്ചു. ആ സമയത്ത് തന്നെ കുറേ ഫൈറ്റർ ജെറ്റുകൾ സിറിയ ലക്ഷ്യമാക്കി, ജോർദാൻ ലക്ഷ്യമാക്കി, ലെബനാൻ ലക്ഷ്യമാക്കി നീക്കുകയാണ്. അതുമാത്രമല്ല, ആ രാത്രിയുടെ ഇരുട്ടിൽ കട്ടപിടിച്ചിരിക്കുന്ന ആ രാത്രിയുടെ യാമങ്ങളിൽ ഇസ്രയേലിൻ്റെ കാലാൾ സേന ഇതാ സിനായ് പെനിൻസുലയിലേക്ക് മാർച്ച് ചെയ്യുന്നു, നീങ്ങുന്നു. അവരുടെ പാറ്റൻ ടാങ്കുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ബാക്കിൽ സപ്പോർട്ട് സേന കവചിത വാഹനങ്ങൾ സപ്പോർട്ടായിട്ട് പുറകിലുണ്ട്. ഹെലികോപ്റ്ററുകൾ അവർക്ക് അകമ്പടി സേവിക്കുന്നു. നേരം വെളുത്തപ്പോൾ അബ്ദുൽ നാസർ ഞെട്ടി ഉണരുന്നത് ഈ ശബ്ദ കോലാഹലം കേട്ടാണ്. ടെലിഫോൺ തുരുതുര ബെല്ലടിക്കുന്നു. മൊത്തം തകർന്നിരിക്കുന്നു. ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നു. അവരൊരിക്കൽ പോലും അവരുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ചെറിയ രാജ്യമായ 23 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ രാജ്യം, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല, അവരെ ഒരു വൈപ്പർ കൊണ്ട് കാറിലെ മഴത്തുള്ളികൾ തുടച്ചു നീക്കുന്നത് പോലെ നിമിഷ നേരം കൊണ്ട് തുടച്ചു നീക്കാമെന്ന് ചിന്തിച്ചിരുന്ന അറബ് ലോകം ഞെട്ടി. അവരെല്ലാവരും ഉറക്കമുണർന്നു. പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നവർക്ക് മണിക്കൂറുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് ഇസ്രയേൽ ആ കെയ്റോ എയർപോർട്ടിനെ ചാമ്പലാക്കി. എവിടൊക്കെ അവരെ ഫൈറ്റർ ജെറ്റുകൾ കിടന്നോ അവിടെ എല്ലാം ആക്രമണം നടന്നു. ചുരുക്കപ്പെട്ട യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇസ്രയേലിൻ്റെ കാലാൾ സേന സിനായ് പെനിൻസുല മുഴുവൻ, നമ്മുടെ ഹോരോബ് പർവ്വതം, ഇസ്രയേൽ മക്കൾ യാത്ര ചെയ്ത ആ സ്ഥലമെല്ലാം അവർ പിടിച്ചെടുത്തു. വെസ്റ്റ് ബാങ്ക് അവർ പിടിച്ചെടുത്തു. അവർ പിടിച്ചെടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുൻപ് ഞാൻ ഒരു കണക്കൂടെ പറയട്ടെ. ഇസ്രയേലിൻ്റെ ഉണ്ടായിരുന്ന ഫൈറ്റർ ജെറ്റുകൾ വെറും 300 എണ്ണമാണ്. അപ്പോൾ ഈ സഖ്യരാഷ്ട്രങ്ങളുള്ള 957. അതുപോലെ തന്നെ ഇസ്രയേലിലുള്ള പാറ്റൻ ടാങ്കേഴ്സ് 800 എണ്ണമാണ്. അതേസമയം ഇവരുടെ കയ്യിൽ, ഈ 5 രാജ്യങ്ങളുടെ കയ്യിലുള്ളതാ. മറ്റ് സപ്പോർട്ട് രാജ്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലെന്നാണ് അവർ ചിന്തിച്ചത്. അത് 2504 പാറ്റൻ ടാങ്കുകളാണ് ഈ സഖ്യരാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇസ്രയേലിൻ്റെ അന്നത്തെ മിലിറ്ററി എന്ന് പറയുന്നത് 2,64,000.
അന്ന് ഈ സഖ്യരാഷ്ട്രങ്ങളുടെ മിലിറ്ററി പവർ എന്ന് പറയുന്നത് അവരുടെ എണ്ണമെന്ന് നമ്പേഴ്സ് എന്ന് പറഞ്ഞ 5,47,000 എന്ന് പറഞ്ഞാൽ എല്ലാം ഇസ്രയേലിനേക്കാളും 2-3 ഇരട്ടിയാണ് ഈ സഖ്യരാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പറയട്ടെ, 1967 ജൂൺ 5 രാവിലെയാണ് ഇസ്രയേൽ ഈ യുദ്ധം ആരംഭിക്കുന്നത്. പക്ഷേ യുദ്ധം അതിൻ്റെ കൊടുമുടിയിലേക്ക് എത്തുകയാണ്, അതിൻ്റെ പീക്കിലേക്ക് എത്തുകയാണ്. കെയ്റോ എയർപോർട്ടിൽ കിടന്ന 117 ഫൈറ്റർ ജെറ്റുകളെ ഇവർ ചാമ്പലാക്കി. ഈജിപ്റ്റ് സേനയെ അവർ ബോർഡറിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇവർ പിൻപിൽ കൂടി വളഞ്ഞു ചെന്ന് ഇവരാക്രമിച്ച് കീഴടക്കി. സീനായ് സ്ട്രിപ്പിൻ്റെ നിയന്ത്രണം അവർ ഏറ്റെടുത്തു. ഇതിനിടയിൽ പോർട്ട് സെയ്ദ് എന്ന് പറയുന്ന ഇവരുടെ തുറമുഖം ഇവർ ആക്രമിച്ചു. അതേ ദിവസം തന്നെ അവിടെ കിടന്ന ഒരു കപ്പലായിരുന്നു അമേരിക്കയുടെ ലിബർട്ടി. ആ ലിബർട്ടിയിൽ അറിയാതെ ബോംബ് വീണു. അവർ ധരിച്ചത് ഇത് ഈജിപ്തിൻ്റെ ഷിപ്പാണെന്നാണ്. അതിലേതാണ്ട് 34 ക്രൂ മെമ്പേഴ്സ് അന്ന് കൊല്ലപ്പെട്ടു. 171 പേര് ഇഞ്ചേർഡായി, മുണ്ടഡായി. പക്ഷേ പിന്നെ അമേരിക്കയും ഇസ്രയേലും കൂടെ ചില കോൺഫ്ലിക്റ്റ് നടന്നു. അവസാനം ഇസ്രയേൽ ക്ഷമാപണം പോലെ പറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, അറിഞ്ഞുകൊണ്ടല്ല. അങ്ങനെ അമേരിക്ക പിന്നെ അത് ക്ഷമിച്ചു കളയുകയായിരുന്നു. 5th മോർണിംഗിൽ ഒരു നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ വയലൊക്കെ ഉഴുതുമറിക്കുന്നത് പോലെ സിനായ് പെനിൻസുലയും ഈജിപ്തിൻ്റെ കെയ്റോ എയർപോർട്ടുമെല്ലാം ഉഴുതുമറിച്ച പോലായിപ്പോയി. അതിലൊരു സാധാരണ വാഹനം ഓടിക്കാൻ പറ്റാത്ത ഗതിയായി. കാരണം ഇസ്രയേലിൻ്റെ ഏകദേശം 800 പാറ്റൻ ടാങ്കിൽ അധികവും അവർ സിനായ് പെനിൻസുലയിലേക്കും ജോർദാൻ്റെ ബോർഡറിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഒരുമിച്ച് ആഞ്ഞടിച്ചു. നേരം വെളുത്തപ്പോൾ ഉഴുതു മറിച്ചു കളഞ്ഞു. ഇവരുടെ എല്ലാ എയർപോർട്ടുകളും തകർക്കപ്പെട്ടു. ഗോലാൻ കുന്നിൻ്റെ 2/3 ഭാഗം അവർ പിടിച്ചെടുത്തു. ജോർദാൻ്റെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു. പടിഞ്ഞാറ് സീനായി അവർ പിടിച്ചെടുത്തു. ഇന്നത്തെ പ്രശ്നഭൂമിയായ ഗസയുടെ പല ഭാഗങ്ങളും 3/4 ഭാഗം അവർ പിടിച്ചെടുത്തു. ഈജിപ്തിൻ്റെ ഞാൻ പറഞ്ഞാൽ ഇവർ പിൻപിൽ കൂടെ പോയി ആക്രമിച്ച് ഈജിപ്തിൻ്റെ 3-ാം കൂറിനെ അവർ ബന്ദികളാക്കി. സൂയസ് കനാൽ പിടിച്ചെടുത്തു. കെയ്റോയ്ക്ക് 100 കിലോമീറ്റർ അടുത്ത് വരെ ഇവർ എത്തി. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. 1, 2, 3 ദിവസങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അബ്ദുൽ നാസർ മറ്റ് സഖ്യരാഷ്ട്രങ്ങൾ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളെയെല്ലാം വിളിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഫെബ്രുവരി 28 മുതൽ ഇറാനുമായിട്ട് ഇസ്രയേലും അമേരിക്കയും യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്ന ആരെയാ? മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളെയാണ്. ടെക്നോളജി ഇത്രയും വികസിച്ച് ഇത്രയും F-16, F-17, F-35 മിറാജും ഒക്കെയുള്ള ഖത്തറും കുവൈറ്റും സൗദി അറേബ്യയും UAE എല്ലാം നോക്കി നിൽക്കുക. ഒരു ചെറുവിരൽ അനക്കാൻ അവൾക്ക് പറ്റുന്നില്ല. എന്താ അതിൻ്റെ കാരണം? അവരൊക്കെ ഈ ഗവയും കുടിച്ച് സാൻഡ്വിച്ചും കഴിച്ച് പൈലറ്റ് എന്നുള്ള പേരും മിലിറ്ററിക്കാരെന്നുള്ള പേരും എടുത്ത് വലിയ ഹൈ സാലറി മേടിച്ച് ജീവിക്കുക, സുഖലോലുപന്മാരായി. കാരണം എന്താ? അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരാണോ 67 യുദ്ധത്തിന് ഇസ്രയേലിന് നേരെ യുദ്ധം പോകാൻ അവരുടെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നത്? അവരുടെ മിലിറ്ററി ആണോ അല്ലെ ഈ പറഞ്ഞ രാഷ്ട്രങ്ങളാണോ പിൻപിൽ നിന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് മിലിറ്ററിക്കാരെ അയക്കുന്നത്? ഇന്നത് നടക്കുന്നില്ല. ടെക്നോളജി ഇത്രയും വികസിച്ച ഈ 2026 ഇവർക്കൊരു ചെറുവിൽ നനക്കാൻ പറ്റിയിട്ടില്ല. അമേരിക്ക ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടും. അങ്ങനെ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. 1, 2, 3, 4 5-ാം ദിവസമായി. അബ്ദുൽ നാസർ ആകെ മാനസിക സംഘർഷത്തിലായി. എന്ത് ചെയ്യണം? ലോകത്തിൻ്റെ മുമ്പിൽ ഇളിപ്പനായി നിൽക്കുകയാണ്. ഒരു ചെറിയ ബോംബിടാൻ ഇപ്പോൾ ഇറാന് സംഭവിച്ചതുപോലെ ഒരു ഫൈറ്റർ ജെറ്റ് കൊണ്ടൊന്ന് പറന്ന് വന്ന് കുവൈറ്റിലോ സൗദിയിലോ ഇനിയുമ്പോട്ട് ഇസ്രയേലിലോ ചെന്നൊരു ബോംബിടാൻ ഇറാന് ത്രാണിയില്ലാതായിപ്പോയി. മൊത്തം അടിച്ച് തകർത്ത് കളഞ്ഞു. രായിക്ക് രാമാനം അവിടെ ചില ഹെർക്കുലീസ് 1-2 പ്ലെയിനുകളും ഒരു 3-4 പാസഞ്ചർ പ്ലെയിനുകളുമൊക്കെ അവർ പാകിസ്ഥാനിലേക്ക് മാറ്റി അവിടെയുള്ള എയർപോർട്ടിൽ കൊണ്ട് ഹൈഡ് ചെയ്തു, അവിടെ പാത്തു വെച്ചു. പാകിസ്ഥാൻ അത് ശരിക്കും നാടകം കളിച്ച് അമേരിക്കയെ പറ്റിച്ചു. ലോകത്തെ മുഴുവൻ അവർ പറ്റിച്ചു. അവരുടെ പണിയെ അതാണല്ലോ. ഭീകരപ്രവർത്തനമാണല്ലോ ഇവരുടെ പരിപാടി. ചെളിയും ചേറും കടൽ വലിച്ചെറിയുന്നു എന്നുള്ള വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. ഈ 10 രാജ്യങ്ങൾ
അങ്ങനെ ഇവർ പാകിസ്ഥാനും ചെളിയും ചേറും വലിച്ചെറിയുക. 100% പാകിസ്ഥാൻ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 5-ാം ദിവസം 1967 അബ്ദുൽ നാസർ അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കുകയാണ്. പ്രിയ പ്രസിഡന്റ്, സാറേ, ഞങ്ങളെ രക്ഷിക്കണം, അബദ്ധം പറ്റിപ്പോയി, ഇസ്രയേലിനെ വിലക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യം. ഇവർ കെയ്റോയ്ക്ക് അടുത്ത് 75 കിലോമീറ്റർ അടുത്തെത്തിയെന്നാണ് പറയുന്നത്. ഇസ്രയേലിൻ്റെ സൈന്യം ഇവരുടെ സൈന്യത്തെ മുഴുവൻ തകർത്തു. ഞാൻ പറഞ്ഞല്ലോ, 300 ഫൈറ്റർ ജെറ്റുകളായിരുന്നു ഇസ്രയേലിനുള്ളത്. ആ യുദ്ധത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടത് 46 എണ്ണം. അതേസമയം 957 ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടായിരുന്ന ഈ സഖ്യകക്ഷികൾക്ക് 350 എണ്ണമാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ അവിടെ ടാങ്കുകൾ 8000 ആയിരുന്നു ഇസ്രയേലിൻ്റെത്. അതിൽ 400 എണ്ണം നഷ്ടപ്പെട്ടു. അപ്പോൾ 1600-ലധികം പാറ്റൻ ടാങ്കുകളാണ് ഈ രാഷ്ട്രങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അവിടെ മിലിറ്ററി ഇസ്രയേലിൻ്റെ എന്ന് പറഞ്ഞാൽ 2,64,000 ആയിരുന്നു. അവിടെ 1000 പേർ മരിച്ചു വീഴുമ്പോൾ ഈ സഖ്യരാഷ്ട്രങ്ങളുടേത് 5,47,000 ആയിരുന്നു. അതിൽ 30,000 പേരാണ് മരിച്ചു വീഴുന്നത്. ഓർക്കണമേ, ഇപ്പോൾ ഫെബ്രുവരി 28 നടന്ന ഇറാൻ യുദ്ധത്തിൽ 70,000 പേരെന്നാണ് പറയുന്നത്. ഔദ്യോഗിക കണക്ക് 70,000 അടുത്താണ് വരുന്നത് ഇറാനിലെ മരണം. പക്ഷേ ആ മരണം 70-മല്ല, അങ്ങനെ 270-മല്ല. കാരണം തലങ്ങും വിലങ്ങും ഇസ്രയേൽ അടിച്ചു, അനേകർ മരിച്ചു. അതിൻ്റെയൊക്കെ കണക്കുകൾ ഇനിയും പുറകെ കുറച്ചൊക്കെ വരും. അതേസമയം ഒരു നിസാര സംഖ്യയാണ് ഇസ്രയേലിൽ മരിച്ചിരിക്കുന്നത്. വളരെ ചെറിയ സംഖ്യ, 2 അക്ക സംഖ്യയൊക്കെ അവിടെ മരിച്ചിരിക്കുന്നത്. എൻ്റെ ശ്രോതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് ഇസ്രയേൽ? ഞാൻ പണ്ടൊരിക്കൽ നേരത്തെ പറഞ്ഞതുപോലെ 220 നോബൽ സമ്മാനങ്ങൾ വാങ്ങിച്ചവരാണിവർ. പക്ഷേ 150 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് 12, അതൊക്കെ പല കണക്കുണ്ടെങ്കിലും മാക്സിമം പറയാൻ പറ്റുന്ന 12 നോബൽ സമ്മാനമാണ്. ഇന്ത്യയുടെ പേരിലുള്ള എനിക്കൊന്ന് 6 നോബൽ സമ്മാനമാണ്. പക്ഷേ നമ്മുടെ ഇൻഡിവിജ്വൽസ് അമേരിക്കയിലും മറ്റും സെറ്റിലായിട്ടുള്ളവരൊക്കെ ചേർന്ന് ഒരു 12 വരെ വരുമായിരിക്കുമെന്നല്ല വരും. പക്ഷേ ഇസ്രയേലിൻ്റെ ഇൻഡിവിജ്വൽസ് ചേർന്നുള്ള നോബൽ സമ്മാനം 220. വെറും 10-ൽ 1 കോടി പോലും ഇല്ലാത്ത ജനസംഖ്യയുള്ള ജനങ്ങൾ. അപ്പോൾ ഇവരാരാന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിനെതിരെ മസിൽ പിടിക്കുന്നവരോട് ഞങ്ങളൊന്ന് പറയട്ടെ, ഇതൊക്കെ ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനമാകുന്ന ഞങ്ങളുടെ സത്യവേദ പുസ്തകത്തിലെ 83-ാം സങ്കീർത്തനത്തിലും 93-ാം സങ്കീർത്തനത്തിലും ദാനിയേൽ പ്രവചനത്തിലുമെല്ലാം കൃത്യമായിട്ട് വരച്ച് കാണിച്ചിരിക്കുക. ഇതിങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. 3 ലോകമഹായുദ്ധങ്ങൾ ഇവിടെ വരും. ഞാനിങ്ങനെ ചോദിക്കും, എങ്ങനെയാണ് ഈ 3 ലോകമഹായുദ്ധം എന്ന് ലോകം പറയാൻ കാര്യം? 2 എന്താ പറയാഞ്ഞത്, 5 എന്താ പറയാഞ്ഞത്? അത് കൃത്യമായിട്ട് ഞങ്ങളുടെ ബൈബിൾ വിശുദ്ധ വേദപുസ്തകത്തിലെ എസെക്കിയേൽ 21:27 പറയുന്നു, ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം. അത് തെലുങ്കിൽ പടദ്രോഹിത്തിനു, പടദ്രോഹിത്തിനു, പടദ്രോഹിത്തിനു. എസെക്കിയേൽ പ്രവചനത്തിൽ 37-ാം അധ്യായത്തിൽ പറയുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ഇസ്രയേലാണെന്ന് 37-ാം അധ്യായത്തിൽ മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയെ കർത്താവേ, അങ്ങ് അറിയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ 5-6 വാക്യങ്ങൾ, നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ നിങ്ങളുടെ മേൽ നരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. അതായിരുന്നു 1-ാം ലോകമഹായുദ്ധം. അത് കഴിഞ്ഞ് ഉടനെ ആഫ്റ്റർ 20 years ഉടനെ ഒരു ഭൂകമ്പമുണ്ടാകുന്നു. 7-ാം വാക്യത്തിൽ ഭൂകമ്പമുണ്ടായി, അസ്ഥിയോട് ചേർന്നു. 2-ാം ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലറിലാലും ലോകത്താലും ഞെരുക്കി നശിച്ചൊരു അസ്ഥിപഞ്ജരമായി തീർന്ന ഇസ്രയേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം ഇത് 1948 മെയ് 14-ാം തീയതി അവർ അസ്ഥിയോട് ചേർന്നു. അവർ ഇസ്രയേലിലേക്ക് ചേരുകയാണ്. അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികളല്ല, ഈ അസ്ഥികൾ ഇസ്രയേൽ ഗ്രഹമൊക്കെയുമാകുന്നു. അതിൻ്റെ 11-ാം വാക്യം,
ഈ അസ്ഥികൾ എന്ന് പറയുന്നത് അസ്ഥികളല്ല, പിന്നെ ആരാണ്? ഇസ്രയേൽ ജനം ചിതറിപ്പോയി അസ്ഥികളായി, അസ്തിത്വം നഷ്ടപ്പെട്ട്, സാമ്പത്തികം നഷ്ടപ്പെട്ട്, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട്, സംസ്കാരം നഷ്ടപ്പെട്ട്, മുഴുവനും നഷ്ടപ്പെട്ട ഒരു ജനസമൂഹം അസ്ഥിയായി തീർന്നു. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ലോകത്തിനു വേണ്ടി ദൈവം പദ്ധതിയിട്ടു. ഒരു മുഴക്കം, ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാമതൊരു ഭൂകമ്പം, ഹിരോഷിമയിലും മറ്റും അമേരിക്ക ആറ്റം ബോംബിട്ടു. അതുകൊണ്ടാണ് അതിന് ഭൂകമ്പം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ലോകമഹായുദ്ധം കൂടെ വരുമെന്ന് ലോകം പറയുന്നു, നമ്മുടെ ബൈബിൾ പറയുന്നു. ആ ബൈബിളിൽ പറയുന്ന ഭൂകമ്പമാണ് എസെക്കിയേൽ 38 അധ്യായം അതിൻ്റെ 19 വാക്യം. ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. എന്താണ് കാര്യം ഇസ്രയേൽ ദേശത്തുണ്ടാകുന്നത്? കാരണം ഗോഗ് മാഗോഗ്, നിങ്ങൾക്ക് 38:1 മുതൽ നമുക്കത് വായിക്കാം. പക്ഷേ 6 വാക്യത്തിൽ വരും പാർസികൾ. ഫസ്റ്റ് ജാതി എഴുതിയേക്കാണ് പാർസികൾ, പേർഷ്യ, ഇറാൻ. അവരായിരിക്കും അടുത്ത 3-ാം ലോകമഹായുദ്ധത്തിൽ ഗോഗ് മാഗോഗ് അല്ലെങ്കിൽ റഷ്യയോടും സഖ്യകക്ഷികളോടും ചേർന്ന് യുദ്ധത്തിന് വരുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ജാതി ഇറാൻ, പാർസികളാണ്. അങ്ങനെ ആ കൂട്ടുകെട്ട് യുദ്ധത്തിൽ 3-ാം ലോകമഹായുദ്ധത്തിന് വരികയാണ്. ഇസ്രയേൽ പർവ്വതങ്ങളിലേക്കാണ് അവർ വരുന്നത്. അതിനെക്കുറിച്ച് 39 വാക്യം, ഞാൻ നിന്നെ വഴിതിരിച്ച് നിന്നിൽ 6-1 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തും പുറപ്പെടുവിച്ച് ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇത് 3-ാം ലോകമഹായുദ്ധമല്ല. ഇത് 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഏകദേശം 1000 വർഷം കഴിഞ്ഞ് വീണ്ടും ഇവർ ഒന്നുകൂടെ വരും. അന്ന് യുദ്ധമില്ല. അത് പിന്നെ ഞങ്ങളുടെ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്ന ക്ലാസ്സുകളിലുണ്ട്. ജോർജ് വർഗീസ് വെണ്ണിക്കുളം എന്ന് പറയുന്ന യൂട്യൂബിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. 1000 മില്ലേനിയം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അവിടെ ഞങ്ങൾ 3-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ചും ഇതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ലോകം പറയുന്നത് 3 ലോകമഹായുദ്ധങ്ങൾ ഭൂമിയിൽ നടക്കുമെന്ന്. അങ്ങനെ ഈ 6 ദിവസ യുദ്ധം 5-ാം ദിവസം ഈ അബ്ദുൽ നാസർ അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ച് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ അറബ്സ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അവർ കരമുയർത്തി പരാജയപ്പെട്ടെന്ന് സമ്മതിക്കുന്നു. UN ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ആ യുദ്ധം 6 ദിവസ യുദ്ധം അവസാനിക്കുകയാണ്. പക്ഷെങ്കിൽ കുറേ നാളുകൾ വീണ്ടും വെടിയൊച്ചകളും അതിൻ്റെ കോൺഫ്ലിക്റ്റുകളും ഒക്കെ നടന്നു. അബ്ദുൽ നാസർ മാനസിക സംഘർഷത്തിലായിപ്പോയി. അബ്ദുൽ നാസർ 1970 അബ്ദുൽ നാസർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. അതിനുശേഷം വന്ന ഈജിപ്ഷ്യൻ പ്രസിഡൻ്റാണ് അൻവർ സാദത്ത്. അദ്ദേഹം പുതിയ പ്രസിഡൻ്റായി. അദ്ദേഹം ആ കാലത്ത് ജിമ്മി കാർട്ടർ, അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിനോട് സന്ധി സംഭാഷണം ചെയ്തു. അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തി. ഇസ്രയേലുമായിട്ട് അമേരിക്ക സംസാരിക്കുന്നു. അങ്ങനെ UN ഇടപെടുന്നു. പിടിച്ച രാജ്യങ്ങൾ, സ്ഥലങ്ങളെല്ലാം നിങ്ങൾ വിട്ടുകൊടുക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണമേ. എത്ര വലിയ നല്ല ജനമാണ് ഇസ്രയേൽ. അവരോട് അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, നിനക്ക് ഞാൻ നീലനദി, ഈജിപ്തിലെ ബ്ലൂ റിവർ മുതൽ, അല്ലെങ്കിൽ മോശയെ ഞാങ്ങണപ്പെട്ടിയിൽ ഒഴുക്കിയ എത്യോപ്യയിൽ നിന്നൊഴുകി വരുന്ന നൈൽ നദി മുതൽ ഇറാഖിൽ കൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദി വരെയുള്ള സ്ഥലം നിന്റെ മക്കൾക്ക് ഞാൻ വാഗ്ദത്തമായി തരികയാണ്. ഇന്നുവരെയുമായി സ്ഥലം അവർക്ക് കിട്ടിയിട്ടില്ല. 67 അതിൻ്റെ ഒരു 3/4 ഭാഗം ഇസ്രയേൽ പിടിച്ചെടുത്തു. സീനായി പാൻസുല പിടിച്ചെടുത്തു. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു. ലെബനാൻ്റെ സ്ഥലം പിടിച്ചെടുത്തു. ഗസ ഏതാണ്ട് 90% അവർ പിടിച്ചെടുത്തു. അങ്ങനെ അവരുടെ കയ്യിലാണ്, ഞാനതിപ്പോൾ പിക്ചറിടാം, അതിൻ്റെ ബ്ലാക്കിൽ മാർക്ക് ചെയ്യുന്ന സ്ഥലം കാണിക്കാൻ ഇവർ പിടിച്ചെടുത്തത്. പക്ഷേ UN റെസൊല്യൂഷനിൽ കൂടി UN ഇത് ആവശ്യപ്പെടുകയും ഇസ്രയേൽ അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം വീണ്ടും വിട്ടുകൊടുത്തു. ആക്ച്വലി ഇസ്രയേലിൻ്റെ തൻ്റെ നാമം സ്ഥാപിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത ഈ യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്ത് ശലോമോൻ്റെ ദേവാലയം നിന്നതാണ്. അവിടെ സെരുബാബേലിൻ്റെ ദേവാലയം നിന്നതാണ്. അവിടെ ഹേരോദാവിൻ്റെ ദേവാലയം നിന്നതാണ്. ആ ദേവാലയത്തിലാണ് യേശുക്രിസ്തു ശുശ്രൂഷിക്കുന്നത്. ആ ദേവാലയ സമുച്ചയത്തിൻ്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഇത് കല്ലിന്മേൽ ശേഷിക്കത്തില്ല. അങ്ങനെ AD 70 അത് നശിപ്പിക്കപ്പെട്ടു. ഇവരെ ചിതറിച്ചെന്തിനെന്നറിയാമോ? ഇവർ ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് പാപത്തിലേക്ക്, മ്ലേച്ഛതയിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് മാറിപ്പോയി. ഇവർ യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിന്നു. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ
ഇതനുഭവിക്കും, നിങ്ങൾ ചിതറിക്കപ്പെടും. ദൈവം തൻ്റെ സമയമായപ്പോൾ ദൈവം ഇവരെ തിരിച്ചു വിളിക്കുകയാണ്. 36:8 നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായി ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്നതുകൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഇത് ദൈവത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ഇവരെ തിരിച്ചു വിളിക്കും. 1948 രണ്ടാം ലോകമഹായുദ്ധത്തിനോടുകൂടി അവർക്ക് രാജ്യം സ്ഥിരിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, അങ്ങനെ ക്യാമ്പ് ഡേവിഡിൽ ഇവര് കൂടുകയാണ്. ക്യാമ്പ് ഡേവിഡ് എന്ന് പറയുന്നത് വാഷിംഗ്ടണിൽ നിന്നും ഏകദേശം 125 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു മനോഹരമായ സുഖവാസ കേന്ദ്രമാണ്. വാഷിംഗ്ടണിൽ നിന്ന് വേണ്ട 62 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. അവിടെ ജിമ്മി കാർട്ടർ, അൻവർ സാദത്ത്, മെനാഹിം ബേഗിൻ ഇവർ ചേർന്ന് പീസ് ട്രീറ്റിയിൽ ഒപ്പിടുന്നു. മെനാഹിം ബേഗിനും അൻവർ സാദത്തിനും നോബൽ സമ്മാനം കിട്ടുകയാണ് അവർ ഈ സമാധാനത്തിലേക്ക് വന്നതിന്. ദൈവജനമേ, എന്താണ് ഇവർ പറഞ്ഞത്? നാളെ 24 മണിക്കൂർ കഴിയുമ്പോൾ ഇതാ ഇസ്രയേൽ ഒരു രാഷ്ട്രമല്ലാതായിത്തീരും. അവരുടെ പേര് പോലും ഭൂമുഖത്ത് കാണത്തില്ല. ലോകത്തിലെ വമ്പൻ ശക്തി എന്ന് അഭിമാനിച്ചുകൊണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഇറ്റില്ലമെന്ന് വിശേഷിക്കപ്പെടുന്ന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രസിഡന്റായ അബ്ദുൽ നാസർ ലോകത്തിൻ്റെ മുൻപിൽ വിളിച്ചു പറഞ്ഞു, ഇതാ ഞങ്ങൾ ഇവരെ മുച്ചൂട് മുടിക്കുവാൻ പോകുന്നു. 83-ാം സങ്കീർത്തനത്തെ പറഞ്ഞ പോലെ ഇവർ ഇതാ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ഇസ്രയേലിനെതിരായിട്ട് ആഞ്ഞടിക്കുകയാണ്. 1967 യുദ്ധം, ലോകത്തിൽ അനേക യുദ്ധങ്ങൾ നടന്നു. വിയറ്റ്നാം യുദ്ധം നടന്നു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു, ചൈന യുദ്ധം നടന്നു, എത്ര യുദ്ധങ്ങൾ, കുരിശ് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ 6 days വാർ, ഈ ചെറിയ രാജ്യം 6 ലക്ഷത്തി ചില്ലുവാനും ജനങ്ങളുള്ള ഇസ്രയേൽ, 21,639 കിലോമീറ്റർ മാത്രമുള്ള ഇസ്രയേൽ, ആ ഇസ്രയേൽ ഈ പറയുന്ന വലിയ വമ്പൻ ശക്തിയെ അവരടിച്ച് വെറും 5 ദിവസം കൊണ്ട് പരാജയപ്പെടുത്തിയെങ്കിൽ ഓർക്കണമേ, ആസാഫിൻ്റെ പ്രാർത്ഥന ഇവിടെ പറയുന്നുണ്ട്. 83:8 അവർ ലോത്തിൻ്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാന്യരോട് ചെയ്ത പോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിൽ വെച്ച് സീസരിയോടും യാബിനോടും ചെയ്ത പോലെ തന്നെ അവരോട് ചെയ്യണമേ. അവർ എൻദോരിൽ വെച്ച് നശിച്ചുപോയി. അവർ നിലത്തിന് വളമായി. ആര്? ഈ ശത്രുക്കൾ. അങ്ങനെയെങ്കിൽ ദൈവമേ, ഇതാ ഇവിടെ ആസാവ് പ്രാർത്ഥിക്കുകയാണ്, കീശോൻ തോട്ടിൽ വെച്ച് ചെയ്ത പോലെ ചെയ്യണമേ. ഇവരെ മുച്ചൂടും മുടിച്ചു കളയണമേ. ഇറാനിൽ ഇന്ന് മരിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അവരുടെ കണക്കിൽ ഒഫീഷ്യൽ കണക്ക് മാത്രം 70,000. അപ്പോൾ ഇസ്രയേൽ 2 അക്കത്തിൽ നിൽക്കുക മരണസംഖ്യ. ഇവർ തിരിച്ചു പറഞ്ഞെങ്കിൽ അതിനെതിരായിട്ട് ഇതാ ഈ ജാതികൾക്ക് സംഭവിച്ചിരിക്കുന്നു. എൻ്റെ മെസ്സേജ് കേൾക്കുന്ന അങ്ങൊരു ഇസ്ലാമാക്കുക, എന്നോട് ദേഷ്യപ്പെടേണ്ട. ഞങ്ങളുടെ ജീവനുള്ള വചനത്തിൻ്റെ വാക്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് നിങ്ങളും ഞങ്ങളും വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതാ തിരുവചനം പറയുന്നു, ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരായുധവും ഫലിക്കയില്ല. കാരണം അവർക്ക് ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈം വരെ അവർ ഈ ഭൂമിയിൽ നിൽക്കും. ആരെല്ലാം നോക്കിയാലും നടക്കത്തില്ല. അമേരിക്കയോട് അവസാനം ബെഞ്ചമിൻ നെതന്യാഹു എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പറഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടിക്കൊള്ള ഇറാനോട്. ഇപ്പോഴും അവർ റെഡിയായി നിൽക്കുക. പക്ഷേ അമേരിക്ക പോലൊരു സഖ്യരാഷ്ട്രത്തെ പിണക്കി വിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ ഇറാൻ്റെ അൺറീച്ച്ഡ് യുറേനിയം കിട്ടാതെയും അവിടെ ഭരണമാറ്റം ഉറപ്പാണ്. ആരെന്ത് പറഞ്ഞാലും ഉറപ്പാണ്. ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാകും. ഉറപ്പായിട്ട് അതിനകത്ത് ഭരണത്തിന് വേണ്ടി കടിപിടിയാകും. ഇത് കേൾക്കുന്ന എൻ്റെ വാത്സല്യ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവജനമേ, നിങ്ങൾ ഈ ദൈവത്തെ അവിശ്വസിക്കരുത്. ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കണം. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും ആശ്ചര്യമായി നിറവേറിക്കൊണ്ട് എൻ്റെ യേശുവിൻ്റെ വരവടുക്കുന്നു. സഭ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ ഇവിടെ 7 വർഷത്തേക്ക് ഇസ്രയേലിന് ദാനിയേൽ 9-ാം അധ്യായത്തിൽ പറയുന്ന 69 ആഴ്ചവട്ടം കഴിഞ്ഞുള്ള 70-ാം ആഴ്ചവട്ടത്തിലെ ആരാധന ഇവിടെ ഇസ്രയേലിന് വേണ്ടി സ്റ്റാർട്ടാകും. അന്നിവിടെ ദേവാലയം പണിയുമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. കേൾക്കാത്തവർ 1, 2, 3, 4 എപ്പിസോഡുകൾ കേൾക്കുക ഈ സബ്ജക്റ്റ്. എങ്കിലേ നിങ്ങൾക്കിതിൻ്റെ മുഴുവൻ ആഴങ്ങളും മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ ജീവനുള്ള
ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് എലോഹീമിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്ക്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.